ഇപ്പം തന്നെ ഓണാക്കണം. ആ ബഹുമാനപ്പെട്ട നാട്ടുകാർ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ, നമ്മുടെ നെന്മാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും കേരള സംസ്ഥാനത്തിലെയും തിരഞ്ഞെടുപ്പ് ഈ വരുന്ന 9-11 തീയതികളിലാണ്. ഈ തീയതികളിൽ നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൈച്ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാവരുടെയും റോഡ്, വെള്ളം, വെളിച്ചം, വീട് എല്ലാ പരിഹാരമുണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മളിവിടെ നേരത്തെ 2019 500 ആൾക്ക് TV, മൊബൈൽ കൊടുത്തു. കൊറോണ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന സമയത്താണ് 500 ആൾക്ക് TV, മൊബൈൽ കൊടുത്തത്. 2000 ആൾക്കാർക്ക് 5 കിലോ പച്ചക്കറി, അരിയെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ 4000 ആൾക്കാർക്ക് വീട് കൊടുത്തു. മറ്റേ നമ്മുടെ ഗൃഹശ്രീ പദ്ധതി പ്രകാരം 4000 ആളുകൾക്ക് ഉമ്മൻചാണ്ടിയും KM മാണിയും കൊണ്ടുവന്ന പദ്ധതിയാണ്. അത് 4000 ആൾക്കാർക്ക് വീട് കൊടുത്തു. കേരള സംസ്ഥാനത്ത് ഒട്ടുകയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിവിധ പരിപാടികൾ 5-5 ഏക്കർ കൃഷിയൊക്കെ വിറ്റിട്ടാണ് ഈ പൊതുപ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ വല്ലാത്തൊരു കടവും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് കടങ്ങളൊക്കെ തീർത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പൊതുജനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും വോട്ടുകൾ ചിഹ്നഭിന്നമാകാതെ കൈച്ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുക. നമ്മൾ 2026 MLA സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ വിജയിപ്പിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും നെന്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ അറിയിക്കുന്നു. ഇത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കമൻറ്റ് രേഖപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2 മിനിറ്റ്